അപമാനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഒരു മര്യാദയില്ലാതെ എൻ്റെ പേര് ബിജു, ഉള്ളവരെ രമേശ് നാരായണല്ലേ, അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് നിന്നാകട്ടെ. ഗൂഗിളിൽ തപ്പി നോക്കിയപ്പോഴാണ് ഈ പുള്ളി ആരാന്നൊക്കെ മനസ്സിലായത്. ഞാൻ ഈ പുള്ളിയെ പറ്റി മുമ്പ് കേട്ടിട്ടൊന്നുമില്ല. അത്യാവശ്യം വാർത്തയൊക്കെ കാണുകയും പത്രം വായിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. എന്തായാലും ഇങ്ങനെ ഒരാൾക്ക് ആസിഫ് അലി കൊണ്ടൊരു അവാർഡ് കൊടുക്കുകയാണ്. കൊടുത്തു കഴിയും ഒരു മര്യാദ വേണ്ടേ? ആസിഫ് അലി എന്തോ കുറഞ്ഞതായിട്ട് അയാൾക്ക് തോന്നുന്നു. അയാൾ അന്നേരം അതിനും കൂടിയതെന്ന് അയാൾക്ക് തോന്നുന്നു. ഒരാളെ വിളിക്കുന്നു, എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നു. ആസിഫ് അലിയെ സമ്പൂർണ്ണമായിട്ട് അവഗണിക്കുന്നു. എന്തായാലും ഇന്നത്തെ താരം ആസിഫ് അലിയാണ്. ആ മനുഷ്യൻ അത്രയും അവഗണന നേരിട്ടും ചിരിച്ചുകൊണ്ട് ഞാനാണെങ്കിൽ അവിടെ വിഷയം ഉണ്ടാക്കിയേനെ, നിങ്ങളായിരുന്നു അവിടെ വിഷയം ഉണ്ടാക്കില്ലേ? അതായത് ഇത്രയും സ്റ്റാൻഡേർഡുള്ള, ഇത്രയും നാലാൾ അറിയുന്ന ഒരാൾ അത്രയും വിഷയം ഉണ്ടാക്കാതെ എത്ര മര്യാദയായിട്ട് അയാൾ എടുത്തുകൊണ്ട് പോയി. ആസിഫ് അലി കയ്യടി അർപ്പിക്കുന്നു. ആസിഫ് അലി ഏറ്റവും മാതൃകാപരമായിട്ടുള്ള കാര്യമാണ് ചെയ്തത്. എന്തായാലും ഈ മച്ചാൻ രമേശ് അല്ലേ, രമേശ് നാരായണൻ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ആസിഫ് അലി തന്നു. ആസിഫ് അലി ഐ എം സോ ഹാപ്പി. ആസിഫ് അലി തരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ആസിഫ് അലിയുടെ അടുത്ത് വാങ്ങിച്ചു. ഇത് തന്നു കഴിഞ്ഞ പിന്നെ ഞാൻ ജയരാജ് വിളിക്കുമ്പോൾ ആസിഫ് അലി അവിടെ ഇല്ല, പിക്ചറിൽ കാണാനില്ല. അതാണ് പ്രശ്നമായത്. അപ്പോൾ കാണുന്നവർക്ക് തോന്നുന്നു ആസിഫ് അലി അവിടുന്ന് ഞാൻ നെഗ്ലക്റ്റ് ചെയ്തു തോന്നുന്നു. ഞാൻ ആസിഫ് അലിയെ നെഗ്ലക്റ്റ് ചെയ്തു ഞാൻ എന്നല്ലേ തോന്നുന്നു. അത് കാണുമ്പോഴേ അതാണ് സംഭവിച്ചത്. ഒന്നും പറഞ്ഞിട്ടില്ല. താൻ ആസിഫ് അലിയെ അവഗണിച്ചതാണെന്നും ആസിഫ് അലിയെ ഒഴിവാക്കി വിട്ടതാണെന്നും അല്ലെങ്കിൽ ആസിഫ് അലിയുടെ അവാർഡ് മേടിക്കുന്നത് എനിക്കെന്തോ കുറവായിട്ട് തോന്നിയതാണെന്നും ഒക്കെ മനസ്സിലായി. അതിപ്പോ ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലായി, ചോറ് കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. എന്തായാലും താൻ പോയിട്ട് ഇന്ന് ആസിഫ് അലിയെ സമയം കിട്ടുകയാണെന്ന് വിളിച്ചിട്ട് നന്ദി പറയണം. ആർക്കും അറിയാവുന്ന ഒരു മനുഷ്യനും കേട്ടിട്ടില്ലാത്ത രമേശ് നാരായണൻ, ഈ പുള്ളിയെ 4 പേര് അറിയിച്ചെന്നൊക്കെ പറഞ്ഞ് 4 പേര് തന്റെ പേരറിഞ്ഞതിന് നന്ദി പറയണം. ആദ്യമായിട്ടല്ലേ ഒരു വാർത്താവാർത്തനെയും കിട്ടുന്നത്. ആസിഫ് അലിയുടെ ഔദാര്യം ഒന്ന് കൂട്ടണമെന്നേ. അങ്ങനെയെങ്കിലും 4 പേര് തന്നെ പറ്റി കേട്ടല്ലോ, 4 പേര് അറിഞ്ഞല്ലോ, നല്ല കാര്യം. ഇങ്ങനെയൊക്കെയാ ഫെയിം കിട്ടുന്നത്. ഒരു അന്തസ് വേണല്ലോ, അന്തസ്. ഇതൊക്കെ എന്ന് പഠിക്കാനല്ലേ.